ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട IT ഉദ്യോഗസ്ഥൻ അബ്ദുള്ളയെ ഒടുവിൽ വിധി മറ്റൊരു തരത്തിൽ തേടിയെത്തി. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിലാണ് ചാവക്കാട് സ്വദേശി അബ്ദുള്ള വിട പറഞ്ഞത്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജന്മനാ നേരിട്ട ശാരീരിക പരിമിതികളെയും അപൂർവ രോഗാവസ്ഥയെയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെ അതിജീവിച്ച് മാതൃകയായ ചാവക്കാട് സ്വദേശി ബ്ലാങ്ങാട് കോളനിപ്പടി തെക്കൻ ഹനീഫയുടെ മകൻ 26 വയസ്സുള്ള അബ്ദുള്ളയാണ് കർണാടകയിലെ IT ഹബ്ബായ ബംഗളൂരുവിൽ കാറിടിച്ചു മരിച്ചത്. ബംഗളൂരുവിലെ ജോലിസ്ഥലത്തിന് സമീപമായിരുന്നു അപകടം. രാത്രി ഭക്ഷണം കഴിക്കുന്നതിനായി തന്റെ ഇലക്ട്രിക് വീൽചെയറിൽ പോവുകയായിരുന്ന അബ്ദുള്ളയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുള്ളയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി. പ്രതിസന്ധികളെ കാറ്റിൽ പറത്തിയ വിസ്മയിപ്പിച്ച വിജയഗാഥയായിരുന്നു അബ്ദുള്ളയുടെ ജീവിതം. ബാല്യം മുതൽ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട അബ്ദുള്ളയെ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അപൂർവമായ രോഗാവസ്ഥയും പിടികൂടി. എന്നാൽ വിധിയുടെ ക്രൂരതകൾക്ക് മുന്നിൽ കീഴടങ്ങാൻ അയാൾ തയ്യാറായില്ല. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേക കരുതലിൽ LKG മുതൽ +2 വരെ ചിറ്റിലപ്പള്ളി IES സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. തുടർന്ന് തമിഴ്നാട്ടിലെ സേലം KSR കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. 18-ാം വയസ്സുവരെ കഠിനമായ രോഗാവസ്ഥയോട് പൊരുതിയ അബ്ദുള്ള 2 വർഷം മുൻപാണ് ബംഗളൂരുവിലെ പ്രമുഖ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിച്ചത്. അവധിക്ക് നാട്ടിൽ വന്ന അബ്ദുള്ള കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിലേക്ക് തിരികെ പോയത്. പ്രതിസന്ധികളോട് പടവെട്ടി ഉന്നത വിജയം വരിച്ച ഒരു മാതൃകാ യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗം ബ്ലാങ്ങാട് ഗ്രാമത്തെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. ഖബറടക്കം തിങ്കളാഴ്ച രാവിലെ ബ്ലാങ്ങാട് കാട്ടിൽപ്പള്ളി ഖബർസ്ഥാനിൽ നടത്തി. നിഷ മാതാവും മുഹമ്മദ് ആസിഫ്, ഉമ്മർ മുക്താർ, ആമിന എന്നിവർ സഹോദരങ്ങളുമാണ്.